അത് അവിടെ ചീര പറിക്കുക ടാറ്റ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ല എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഗോതമ്പ് ദോശയിൽ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൈലിൻ്റെ പണിക്ക് ഇത്രയും കൂടി പണികളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോക്സി കിട്ടിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. എപ്പോക്സിയോ അങ്ങനെ എന്തോ ആണ് ഇനി പറയുക. അപ്പോൾ അത് ബ്ലാക്കൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇനി പണിക്കാരൻ ഇത് കഴിഞ്ഞ് വേറെ എവിടെയോ അർജൻറ്റില്ല പണിക്ക് പോയിക്കണേ. അപ്പം ഇനി അടിയിൽ ലീവ് കിട്ടുന്ന സമയത്ത് വന്ന് ഇതൊക്കെ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പം ഇനി അടുത്ത പരിപാടി നനക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ ചുമരൊന്നും നനക്കേണ്ട ആവശ്യമില്ല, പശിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത് സ്ലാബും കാര്യങ്ങളൊക്കെ അടിഭാഗം ആണ് നനച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ ഞാനതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. രാവിലെ തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അത് വന്ന് കണ്ട് നനച്ചു കൊടുക്കാൻ നിൽക്കണം കേട്ടോ. അതേപോലെ തന്നെ ബാത്റൂമിൻ്റെയും അടിഭാഗം നനച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ നനച്ചൊക്കെ നടക്കുന്ന നേരത്ത് ഇവിടെ ഒരാൾക്കില്ല പണിയാണ് കേട്ടോ. അവിടെ ചൂല് കിടക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതെടുത്ത് അടിച്ചു വരാണ്. ഞാൻ ഇടക്കിടക്ക് ഈ ചൂലെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ അടിച്ചു വരുന്നത് ഓനിങ്ങനെ കാണുന്നതാണല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഓനും ഏകദേശം പണികളൊക്കെ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പം എൻ്റെ കുട്ടി നല്ല മര്യാദയ്ക്ക് അടിച്ചു വരികാണ്ട് വരേനി. അതിലാണ് ഒളി ക്യാമറ വെച്ച് ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ അടിച്ചു വരലെന്ന് നിർത്തിയിട്ട് എൻ്റെ പിന്നാലെ പിന്നെ കൂടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അടിച്ചു വാരലും നനക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെല്ല വാതിലൊക്കെ അവിടെ അടച്ചിട്ട് കണ്ട് വെല്ലം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അല്ലെങ്കിൽ ഇവിടെ നല്ല പണിയെടുക്കലേക്ക് ആരവന്. അപ്പം ഇനി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ കത്തിയൊക്കെ ഏറ്റ് എങ്ങോട്ടാണെന്ന് വെച്ചാലേ അവിടെ ഒരു ചീരത്തണ്ടുണ്ട്, അത് ഒടിച്ചു കൊണ്ടിടാനാണ് കേട്ടോ. അപ്പോൾ അയലോക്കത്തെ തറയാണ് കേട്ടോ. അത് എന്താ ആരതാ തറ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അയലോക്കത്ത് പുതിയൊരു വീട് വരുന്നുണ്ട്. അപ്പോൾ ഓല തറയാണ് കേട്ടോ. അപ്പോൾ ഓല് ഇപ്പോൾ മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയ സമയത്ത് അവിടെ ഒരു ചീര ഉണ്ടായി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ഇല കഴിക്കണേ. അപ്പോൾ ആ ഇല കേടും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചേ നല്ലതാണല്ലോ ഇലക്കറികളൊക്കെ. അപ്പോൾ അത് പറിച്ചിട്ട് ഇന്ന് ചീരക്കറി വെക്കാമെന്ന് വിചാരിച്ച്. നമ്മളിവിടെ ചീരക്കറി എന്ന് പറയുമ്പോൾ അധികം ചീര താളിപ്പാണ് ഇട്ടുണ്ടാക്കുക. മലപ്പുറത്ത് പിന്നെ താളിപ്പാണല്ലോ കൂടുതൽ. ഇതാ കണ്ടോ, കുറേ ഇലകളുണ്ട് ഇനി. പക്ഷേ പകുതിയും പുഴു കുത്തിയതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ലതൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ആകാത്തോലൊക്കെ അങ്ങോട്ട് കളയണം. അപ്പോൾ ഞാൻ 2 ദിവസമായി ഇങ്ങനെ കറി വെക്കണം എന്ന് വിചാരിച്ച് വീണ്ടും കുറച്ചൊക്കെ ഇലകളൊക്കെ പുഴു കുത്തിയതാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ഇപ്പം എന്തായാലും നമ്മുടെ ചീരത്താളിപ്പ് തന്നെയാണ് ആക്കാമെന്ന് വിചാരിച്ച്. താളിപ്പൊക്കെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇലക്കറികൾ നമ്മൾ അധികം വിഷമൊന്നും ഇടാതെ ഉണ്ടാക്കണതായതുകൊണ്ട് അത് കുറച്ചുകൂടി ഹെൽത്തി ആണേനും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഉണ്ടാക്കലും പിന്നെ ഇതാ അടുപ്പത്ത് അരിയിടലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഭയങ്കര ബഹളങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്താ ഇവിടെ നിന്നാണ് കേട്ടോ ആ ബഹളം. ഇവിടെ ഞാൻ സൗണ്ടും മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇവിടെ പാട്ടൊക്കെ ഇട്ട് ഭയങ്കര പാട്ടും കൂത്തും ബസ്സാണല്ലോ, ബസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കസാലയൊക്കെ വലിച്ചിട്ട്
എല്ലാരും ഭയങ്കര ഇരുത്തത്തിലാണ് കേട്ടോ. ഒരുത്തി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓല് ഇവിടെ ഭയങ്കര എൻജോയ് ചെയ്തോണ്ട് ട്ടോ. ഇവിടെ അടുത്ത് കൂടെയുള്ള കുട്ടികളൊക്കെ പാടെ വന്നിക്ക്ണ് ട്ടോ. ഓല് ചിലപ്പോ കുറച്ചേരം ഇവിടെ നിക്കും. അത് കഴിഞ്ഞ് കുറച്ചേരം വേറൊരു വീട്ടിലേക്കാരം. അങ്ങനെ ഓല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറി മറിച്ചൊക്കെ ഇങ്ങനെ കളിച്ചോണ്ട് നടക്കും ട്ടോ. അങ്ങനെ ഞാൻ എന്റെ ചീര പരിപാടിമ്മക്കന്നെ പോകുന്നു. നല്ല ഇല വേർതിരിച്ചെടുക്കലും ആകാത്ത ഇല വലിച്ചെറിയാനും ഒക്കെ ആയിട്ട്. അപ്പോഴത്തേനും എന്റെ സേനക്കുട്ടനെ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ DJ പാർട്ടിയൊന്നും ഞമ്മക്ക് അത്ര അങ്ങോട്ട് വലിയ ഇഷ്ടമായിട്ടില്ല. ഒരിത്തിരി നേരമൊക്കെ നിന്ന് പിന്നെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ വിത്തനെ കാട്ടി ഇങ്ങനെ നടക്കണം. ഒരു 10-20 കണ്ടില്ല പരിപാടിയൊന്നും നടക്കും. അപ്പൊ പിന്നെ ഓന് എണീച്ചിന്റെ പിന്നാലെ കൂടിക്കണം കേട്ടോ. ഇന്നിപ്പോ കൂട്ടാണ്ടാക്കാനേ ചീര താളിപ്പും പിന്നെ മീനും വാങ്ങിയിട്ടുണ്ടേനി. അപ്പൊ മീന് പൊരിച്ചും എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടേനി ട്ടോ. അപ്പൊ വേഗം അത് ക്ലീനാക്കി മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടേനി ട്ടോ. പിന്നീട് ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. നിയമോൾ എന്നെ സഹായിക്കാം എന്ന വ്യാജേന അവിടെ കയറി നിൽക്കുന്നുണ്ട് ട്ടോ. ഈ ഒരു കയറി നിൽക്കല് ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും പറയും അങ്ങനെ നിർത്തരുത് എന്നൊക്കെ ഉള്ളത്. ഞാനെപ്പോഴും ഇവിടെ പറഞ്ഞ് ചീത്തയൊക്കെ പറയുന്നതാണ് ട്ടോ. പക്ഷേ ഓള് ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറി നിൽക്കുന്നതാണ്. അപ്പം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ട്ടോ. പിന്നെ ഈ ചട്ടി ഇൻഡസ് വാലിൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടില്ലേ ഇതിന് പാത്രം, അതിൻ്റെ കൂടെയുള്ള ചട്ടിയാണ് കേട്ടോ. അപ്പോൾ പാത്രത്തിന് എത്രയും റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പാത്രം അതിൻ്റെ അടുപ്പും ഈ ചട്ടിയും അത് രണ്ടും പാടെ കോംബോ ആയിട്ടാണ് കേട്ടോ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇൻഡസ് വാലിൻ്റെ പാത്രത്തിന് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 സെറ്റിനും പാടെ 2999 കാണുന്നത് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടിയേക്കും. അപ്പം നല്ല കട്ടിയും കനൊക്കെ എല്ലാം നല്ല പാത്രമാണ് കേട്ടോ. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് വിലയുണ്ട്. അപ്പൊ ഏതായാലും നീ കുട്ടിയെ ഞാൻ അവിടെ മീൻ പൊരിച്ചപ്പോൾ തൊള്ളയും കാട്ടി നിൽക്കില്ലേനോ, അതിലവളവിടെ പിടിച്ചോണ്ടെന്നതാണ് കേട്ടോ. എണ്ണ തേച്ച് കൊടുക്കാനേ, തലയിൽ എണ്ണ തേച്ച് അങ്ങനെ നിൽക്കാനൊന്നും ഓളധികം കിട്ടലില്ല കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ലേനോ താരാമ്പരി ഹെയർ ഓയിൽ. അപ്പം അത് ഞാൻ മിക്കവാറും ദിവസം തേക്കലുണ്ട് കേട്ടോ. പക്ഷെ ഈ പെണ്ണിനത് തേക്കാൻ കിട്ടൂല കേട്ടോ. ഓള് മിക്കവാറും ആ കുളിക്കാൻ സമയത്ത് മണ്ടി വരിക കുളിക്കുക അങ്ങനെ ഓളത് നടക്കുള്ളൂ. അപ്പോൾ താരാമ്പരി ഞാനിതാ ഇത്രയും ഒക്കെ തേച്ചിട്ടുണ്ടേനി കേട്ടോ. ഞാൻ കുളിക്കണതിൻ്റെ ഒരു 1/2-3/4 മണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് തേച്ച് തലയിൽ പിടിപ്പിക്കും. എന്നിട്ട് പോയിട്ട് കുളിക്കുക ചെയ്യാം കേട്ടോ. ഇത് തേച്ചിട്ട് അങ്ങനെ നീരിറങ്ങാൻ പ്രശ്നമൊന്നും എനിക്കും നിയമമൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ. ഞാനിപ്പോൾ ഇത് തേച്ചിട്ട് എനിക്ക് മുടി കൊഴിച്ചിൽ ഒരു ഇത്തിരി കുറഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. മറ്റേ നല്ലോണം കൊഴിഞ്ഞിട്ടുണ്ടേനു. ഇപ്പോൾ ഒരിത്തിരി മുടി കൊഴിച്ചിൽ കുറവൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. ഇപ്പം പെണ്ണിൻ്റെ തലയിൽ വലിയൊരു മാറ്റം കാണില്ല. കാരണം എന്താ വെച്ചാൽ ഓള് തേക്കാനുള്ള കിട്ടലും ഇല്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഇതേപോലെ കുടിച്ച് വെച്ചാണ്ട് അങ്ങനെ തേച്ച് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഈ എണ്ണ ഇവിടുന്ന് വാങ്ങാൻ കിട്ടാന്ന് ചോദിക്കണോടിലൂടെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും പിന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടാത്തവരാണെങ്കിൽ ആമസോണിൽ നിങ്ങൾ താരാമ്പരി എന്ന് സെർച്ച് ചെയ്താലും ഈ എണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡിയായി. കഞ്ഞിൻ്റെ ഉള്ള താളിപ്പ് പോലെ കഞ്ഞി നമുക്കുണ്ടല്ലോ താളിപ്പൊക്കെ എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാക്കാൻ മുരിങ്ങ താളിപ്പ് ആയിക്കോട്ടെ, ചീര താളിപ്പായിക്കോട്ടെ, മത്തൻ്റെ ഇല താളിപ്പായിക്കോട്ടെ. മത്തൻ്റെ ഇല താളിപ്പാണ് നമ്മളെ ഫേവറേറ്റ്. പക്ഷേ മത്തൻ്റെ ഇല എപ്പോഴൊന്നും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മീൻ പൊരിക്കലും താളിപ്പും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ടാണ് ഇപ്പോൾ വന്നിക്കണത് കേട്ടോ. വീഡിയോ അയച്ച് കുറച്ച് പഴഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതാണെങ്കിൽ പഴുത്തങ്ങോട്ട് അളിഞ്ഞിക്കണം കേട്ടോ. നമ്മളെ വരിക്കച്ചക്കയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവരും നല്ലോണം പഴുക്കണതിന് മുന്നേ തന്നെ കാലിയാക്കും. പക്ഷേ ഈ ഒരു പഴഞ്ചക്ക ഉണ്ടല്ലോ അതിങ്ങനെ തൊള്ളിയിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എഴയുമല്ലോ. അതുകൊണ്ട് ആർക്കും അധികം ഇഷ്ടമല്ല കേട്ടോ. ഞാനടക്കം അധികമൊന്നും ഈ ഒരു പഴഞ്ചക്ക കഴിക്കൂല. പിന്നെ അത് നല്ല മധുരം പറഞ്ഞാൽ അത്യാവശ്യം മധുരം ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം ഇതങ്ങനെ വെറുതെ കളയാനും തോന്നണില്ല. അപ്പം ഞാൻ ഒരടവെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് 4 മണിക്ക് നമുക്കിത് വെച്ചിട്ടൊരു പണി ഒപ്പിക്കാം. അപ്പം ഞാൻ അതിൻ്റെ കുരും ചോളയൊക്കെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചോളക്കാകെ അള്ളി പിളിയായിട്ടുണ്ടെങ്കിൽ കേട്ടോ. 2 ദിവസം മുന്നേ കിട്ടിയ ചക്കയാണേ. പക്ഷേ എനിക്കുണ്ടല്ലോ ഉണ്ടാക്കാനൊരു സമയമല്ല കുറച്ച് മടിയും പിന്നെന്താ അതിന് തോന്നായികയൊക്കെ ആയതുകൊണ്ട് ഞാൻ വല്ലത് കേട് വരണ്ടെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചത് കേട്ടോ. ഇന്നിപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് കരുതി
അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ശർക്കരയും കൂടി വേണം. അത് കഴിഞ്ഞ് ഞാനൊരു വാഴയില വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കുറേ ആയി ഇപ്പോൾ വാഴൻ്റെ ഇലകൊണ്ടൊക്കെ ഓരോരോ പണി എടുക്കുന്നത്, എടുക്കാതെ ആയിട്ട് കേട്ടോ കുറേ ആയി. അതുകൊണ്ട് തന്നെ കുറേ വാഴയിലകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വന്ന് നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരു കണ്ണുകടി. അപ്പോൾ വാഴൻ്റെ ഇല വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. വാഴൻ്റെ ഇല വെട്ടുമ്പോൾ ചിലപ്പോൾ അതിന് മുരട്ടങ്ങട് പോയിട്ടാണ് വെട്ടും. ചിലപ്പോൾ അതിന് വേണ്ടി നല്ല രീതിയിൽ വെട്ടും ചെയ്യും കേട്ടോ. എന്നോട് ഇങ്ങനെ പറയലുണ്ട് അതിൻ്റെ മുരട്ട അങ്ങോട്ട് പോയിട്ട് വെട്ടരുത് എന്നുള്ളത്. എന്താ വെച്ചാൽ ആ ഇലൻ്റെ ആ ഒരു തണ്ട് വരുന്ന ആ ഒരു ഭാഗമില്ലേ, അവിടെ പോയിട്ട് അങ്ങോട്ട് വെട്ടും. അപ്പം ഇന്ന് ഞാൻ ഏതായാലും നല്ല രീതിയിലൊക്കെ പോയിട്ട് വെട്ടിക്കൊണ്ട് നിൽക്കണേ. പ്രകൃതി വെല്ല വെല്ല മൂടി മൂടി അങ്ങനെ ഒരു രീതിക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് ഇങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടാവില്ലേക്കും. പക്ഷേ ഇരുട്ട് ഇങ്ങനെ മൂടി ഒരു മഴൻ്റെ കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇരുട്ട് മൂടിയത് മനസ്സിലാവുണ്ടാവും. കാരണം ഇത്രയും നേരത്തെ പോലെയല്ല ഇപ്പോൾ. അപ്പോൾ ഞാനേ പറ്റി ഇരുട്ടായപ്പോൾ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഓടിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ വന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് തകൃതിയായിട്ട് നമ്മുടെ പരിപാടികൾ നടത്തണം കേട്ടോ. അഥവാ ചിലപ്പോൾ കാറ്റും മഴയൊക്കെ വന്നാൽ ഈ അടുക്കള പിന്നെ ഓല സ്വന്തമാകും, ഞാൻ ഇവിടുന്ന് മാറി കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ വേഗം നമ്മുടെ ചായേൻ്റെ കടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. ഒരടുപ്പത്ത് ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണേ. എന്നിട്ട് പിന്നെ ഞാനൊരടുപ്പത്ത് അതാ നമ്മുടെ അട ഉണ്ടാക്കാൻ ചക്കടയാണ് ഇട്ടുണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനവും വെച്ച് വെള്ളം തിളപ്പിക്കാനും വെച്ചിരിക്കണേ. അപ്പം ഞാൻ ചെയ്തതെന്താ വെച്ചാൽ മിക്സിയിൽ ചക്കയും ഒരു ഏലക്കായും ഒരു ഇത്തിരി ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു. പിന്നെ ശർക്കര പാനി ഉരുക്കി ഒഴിച്ചെടുത്തു. പിന്നെ ഇതിക്ക് അരിപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാനെന്താ ഇതേപോലെ ഒന്ന് മാവ് ഒഴിച്ചെടുത്തത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷേ ആ ഒരു ചക്കൻ്റെ കളർ ഉണ്ടല്ലോ, അതാണ് നല്ല അടിപൊളി മഞ്ഞയായിട്ട് കിട്ടിയിരിക്കണത് കേട്ടോ. ഇനിയിപ്പോൾ ഇലയൊക്കെ ഞാൻ പാകാക്കിയെടുത്തു, പരത്തി അട ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. സ്പീഡിലാണ് കേട്ടോ പരിപാടി. കാരണം ഇരുട്ടിങ്ങനെ മൂടി മൂടി വരികയാണ് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 4:30 ആയിട്ടുള്ളൂ. പക്ഷേ കണ്ടാൽ അങ്ങനെയല്ല, കുറേ അധികം സമയമായ പോലെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വേഗം ചക്കട സെറ്റപ്പാക്കി എടുത്തിട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 4 മണിക്കും വേണം ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം ചായ കേട്ടോ. രാവിലെ ആ ഒരു പാത്രത്തിന് പാത്രം ചായ വേണേ. ഇവിടെ കുഞ്ഞുട്ടി നല്ല ചായ കുടി തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അത്ര തോനെ ചായ ഉണ്ടാക്കുന്നത്. ഞാൻ പൊടി കുറച്ച് മധുരം കുറച്ച് ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക. ചായ അത്ര നല്ലതൊന്നല്ല, കുറേ കുടിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ മൂപ്പര് ഗ്ലാസ് എത്തുമെങ്കിലും അതൊക്കെ മൂപ്പര് കേൾക്കും. അടുത്ത നിമിഷം പറയും ഒരു തുള്ളി ചായ ഉണ്ടാക്കി കാട്ടിക്കാന്ന് പറയും. പിന്നെ എന്താ ഞാൻ മൂപ്പരോട് പറയും. ഇപ്പം കണ്ട ഒരു 6 മണിയൊക്കെ ആയ പ്രതീതി തോന്നുന്നില്ലേ? പക്ഷേ സമയം 5 മണിയായിട്ടുള്ളൂ കേട്ടോ. മഴ ദാ ഇപ്പം പെയ്യും ഇപ്പം പെയ്യും എന്നുള്ള രീതിയിൽ നിന്ന് ലാസ്റ്റ് ദാ മഴ പെയ്ത് തുടങ്ങിയിട്ടാ. 3 മണിക്കും ഇതേപോലെ മൂടി വന്ന് ഒരു മഴയൊക്കെ വന്ന് ആ മഴ പിന്നെ ഇരേ പോയത് തന്നെ കണ്ടില്ല. അങ്ങനെ പിന്നെ 5 നമ്മളിവിടേക്ക് മഴയൊക്കെ പെയ്ത് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കട റെഡിയായി. ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ ചിലർ ചോദിക്കും ഇതിലേക്ക് തേങ്ങ ചേർക്കണ്ടേ? തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചേർക്കണം. തേങ്ങ ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആവും. പക്ഷേ തേങ്ങ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർക്കാഞ്ഞത് കേട്ടോ. പക്ഷേ ഇങ്ങനെ കഴിക്കാനും നല്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം കുട്ടികൾക്കൊന്നും ഉണ്ടാക്കിയത് തികഞ്ഞില്ല. ഞാനിനിപ്പോൾ ഈ ഒരു ചക്ക വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, മക്കൾ കഴിക്കൂലേക്കാരെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ മഴയൊക്കെ പോയതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം മക്കൾക്കൊന്നും അങ്ങോട്ട് നല്ല ഇഷ്ടമായും ചെയ്തു. ഓൽക്ക് തികയാൻ വേണ്ടിയിട്ട് ഉണ്ടായതുമില്ല. അപ്പം ഞാൻ വീണ്ടാമതും ഉണ്ടാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഒരു പീസ് അപ്പോൾ സിനിമോനും നിയമോളൊക്കെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിനിമോന് നല്ല ഇഷ്ടമായിണേ പിന്നെ തലോണ്ടൊരു ആട്ടിലും ഭയങ്കര ഒരു സന്തോഷം പ്രകടിപ്പിച്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓന് ഒറ്റയ്ക്ക് തന്നെ വാങ്ങിയൊക്കെ തിന്നുന്നുണ്ട്. ഓനക്ക് അത്രക്കും ഇഷ്ടമായിക്കണേ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഭയങ്കര ഒരു അലമ്പക്കം കേൾക്കണത് എന്താ വെച്ചാൽ മഴ നല്ലോണം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇത് ഞാൻ 2ാം ട്രിപ്പിൽ വെച്ചത്, വിത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാൽ നല്ലൊരു മഴയൊക്കെ പെയ്ത് കുളിർന്നില്ലേ പ്രവാസികൾക്കൊക്കെ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടൊക്കെ കാണലാണെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലിട്ടോ. എന്നാൽ പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റായിട്ട് ചെയ്തുകൊണ്ടിട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.